ഹലോ, അതെ പഞ്ചായത്ത് ഓഫീസാണ്. ആ, അതൊന്നും ഇങ്ങനെ ഫോണിൽ പറയാൻ പറ്റില്ല. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് ക്ലിയർ ചെയ്യൂ. ഫോണിൽ വിളിച്ച് എങ്ങനെ സംസാരിക്കുന്നത്? ആ ശരി, ഓഫീസിൽ വരൂ. രാവിലെ തന്നെ ഒരു സംശയമായിട്ട് വന്നോളൂ. ആ അതാ അടുത്തത്. ആ മന്മത. ഹലോ, ആ എന്താ മന്മത? ഞാനിവിടെ ഓഫീസില്. എന്ത് തിരക്കും, ഒരു തിരക്കുമില്ല. ആ ഒരു മിനിറ്റ്. എന്താ അവര് പറയണത്? ആ എത്ര സെന്റ്? 7 സെന്റോ? ആ എന്താ വില പറയുന്നത്? ആ താനൊരു കാര്യം ചെയ്യടോ, താൻ ഇങ്ങോട്ട് പോരെ. എടോ, ഈ മാതിരി ഭൂമി കച്ചവടത്തിനല്ലേ ഒരു 10 രൂപ കയ്യിൽ തടയൂ. താൻ ഇങ്ങോട്ട് പോരെ. ആ നമുക്ക് ഒരു സംസാരിക്കാം. ആ ശരി. ആ സാറേ, ഓ, ഭൂമി കച്ചവടാണല്ലേ? ഭൂമി കച്ചവടമാണ്. വിളിച്ചത് മന്മഥൻ, എന്റെ അടുത്ത സുഹൃത്ത്, നാട്ടിലെ പേര് കേട്ട ബ്രോക്കർ. മന്മഥന്റെ അച്ഛൻ കടപ്പാട്ടൂർ അറുമുഖൻ. അറുമുഖന് 4 മക്കള്. മൂത്തയാൾ ഈ മന്മഥൻ, താഴെയുള്ള ആള് ഡ്രൈവർ, പിന്നുള്ള 2 പെൺമക്കള്. 2 പേരെയും കല്യാണം കഴിച്ചയച്ചു. അളിയന്മാരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ മന്മഥനെ കാണുമ്പോ അയാളോട് ചോദിച്ചിട്ട് മണ്ടോദരിക്ക് പറഞ്ഞു തരാം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സാറിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. സാറിനൊരു ഫോൺ വന്നപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു പോയി, അതുകൊണ്ട് ചോദിച്ചതാ ഭൂമി കച്ചവടാണോന്ന്. ചോദിച്ചല്ലോ. ആ അത് ചോദിക്കാൻ പാടില്ല. അന്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം മലയാളിക്ക് ഈയിടെ കൂടി കൂടി വരികയാണ്. അതൊരു നല്ല പ്രവണതയല്ല. ഭൂമി കച്ചവടാണോന്ന് ചോദിച്ചത് ശരിയാ, അത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഞാൻ പറയാം. ഭൂമി കച്ചവടം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു മെച്ചപ്പെട്ട ഇടപാടാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ആ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടും എന്നറിയാനുള്ള ഒരു ത്വര മണ്ടോദരിയുടെ മണ്ടയിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതത്ര നല്ല കാര്യമല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്റെ സാറേ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ആണ് എനിക്കറിയാമല്ലോ. കറസ്പോണ്ടൻസ് ആയിട്ടാണെങ്കിലും ഞാൻ മനഃശാസ്ത്രം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയ മനഃശാസ്ത്രജ്ഞനെ കാണിക്കേണ്ടി വരും. എന്താണ്? പിന്നെ ഇത് മണ്ടോദരി ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണിയൊന്നും അല്ല. ഇതിന് ഒരുപാട് കടമ്പകളുണ്ട്. എന്റെ പൊന്നു സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചോദിച്ചത്. ശരി, ഉദ്ദേശിച്ചിട്ടില്ല എന്നാലും ഞാൻ പറയാണ്. കടമ്പകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണ്ടോദരിക്ക് ഒരു സ്ഥലം വേണം. എന്തായിരിക്കും? മണ്ടോദരിക്ക് കുറച്ച് സ്ഥലം വേണം. സ്ഥലം ഇയാളുടെ ആണെന്ന് വിചാരിക്കും. ഞാൻ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ബ്രോക്കറും. എന്താ കാര്യം? സാർ, ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ പേര്? ലോലിതൻ. ലോലിതൻ. നിങ്ങളാണോ രാവിലെ വിളിച്ചത് തന്നെ? രാവിലെ വിളിച്ചിരുന്നോ? രാവിലെ എന്നെ വിളിച്ചിരുന്നോ ഇല്ലയോ? ഞാൻ വിളിച്ചില്ല. ശരി. എന്താ ഇത് പ്ലാൻ വീടിന്റെ പ്ലാനും പദ്ധതിയൊക്കെ അവിടെയാണ്. പോ അങ്ങോട്ട് പോ. താൻ ഇത്ര വട്ടത്തിൽ എത്തിയോ? ഞാനൊരു വണ്ടി കച്ചവടമായിട്ട് ഇവിടെ നിൽക്കായിരുന്നു. അപ്പൊ വണ്ടി കച്ചവടം ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഈ ബൈപ്പാസിൽ പറഞ്ഞ സ്ഥലം നോക്കാൻ ഞാൻ വണ്ടിയിൽ വന്നു. അവിടെ വെച്ച് കൊടുത്തേ വണ്ടി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങ് കൊടുത്തു. അത് നഷ്ട കച്ചവടമായിരിക്കും. നഷ്ടം പോലെ അല്ല, എന്നാലും ഭയങ്കര നഷ്ടമൊന്നുമില്ല. അപ്പൊ പറ, രാവിലെ ബൈപ്പാസിലാണ് സ്ഥലം. 7 സെന്റ്. ചോദിക്കുന്നത് വെറും 8 ലക്ഷം രൂപയേ ഉള്ളൂ. 7.25 വരെ പറഞ്ഞു. 8 ലക്ഷം രൂപ? അതവിടെ കുറച്ച് കൂടുതലാണ്. അയ്യോ സാറേ, അവിടെ 9 വരെ കിട്ടും. ശരി, ഇതാരുടെ സ്ഥലം? ഒരു ഗൾഫുകാരന്റെ സ്ഥലമാണ്. ഗൾഫിൽ എന്തൊക്കെയോ ബിസിനസ് നടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശമായിട്ട് ഇപ്പൊ നാട്ടില് കുത്തുവാള എടുത്ത് നിൽക്കുക. ഇപ്പൊ പിടിച്ചാൽ നമുക്കത് വാങ്ങാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് അതുവരെ പോയി നോക്കാം. പോവാം. അല്ല ഇപ്പൊ വേണ്ട. കാരണം കാര്യം, ഞാൻ വണ്ടി എടുത്തിട്ടില്ല. നീ വണ്ടി എടുത്തിട്ട് പോ. അവിടെ എന്റെ വണ്ടി കൊടുത്തു. വേറൊരു ടാക്സി വിളിച്ചോ? വാടക സാർ കൊടുത്തോളൂ. വാടക ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ATM കാർഡ് സാറിന്റെ കാര്യം എപ്പോഴാണ് കാശുള്ളത്? കച്ചവടം നടന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. ബ്രേക്ക് ടൈമിന് പോവാം. ഞാൻ വിളിക്കാം. ശരി. എന്താ പ്ലാനാ? ഇതാരാ വരച്ചേ? ഇതെന്റെ ചേട്ടന്റെ മുൻ വരച്ചാണ്. താൻ വരച്ചൊന്നല്ലോ. ഞാൻ വരച്ചതല്ല. മോനെന്ത്? പുള്ളി സിവിൽ എഞ്ചിനീയർ ആണ്. പാസ്സായതാ? പാസ്സായതാ. ഇത് ശരിയല്ല, അത് ആദ്യം വരയ്ക്കണത്. എന്ത് പറ്റി സാറേ? ഇതിന്റെ നിങ്ങളുടെ ഈ വളപ്പിന്റെ തെക്ക് ഭാഗത്ത് ആരാ താമസിക്കുന്നത്?
വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്കേതിൽ ദാമോദരൻ എന്റെ വല്യച്ഛന്റെ മോനാണ്. നിങ്ങളുടെ ഈ അടുക്കളയുടെ സൺസൈഡ് ഉണ്ടല്ലോ കണ്ടാ, ഇത് ദാമോദരന്റെ വളപ്പിലേക്കാണ് നിൽക്കണത്. സാറേ അവിടെ അതിർത്തി കുറച്ച് കുറവാണ്. അപ്പൊ ഒരാൾക്ക് നടന്നു പോകേണ്ടതിന്റെ വീതി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ ഉള്ള സ്ഥലത്ത് വരച്ചാൽ പോരെ. ഏതായാലും പ്ലാന് മാറ്റി വരയ്ക്കണം. പിന്നെ ഈ ദാമോദരൻ എന്ന് പറഞ്ഞ ആളുടെ സമ്മതപത്രവും വേണം. ഇത് ആദ്യം വരയ്ക്കണം, ശരിയാവില്ല. ഇത് ആദ്യം വരച്ചാണ്. വേറെ വരയ്ക്കണമെന്ന്. വേറെ വരയ്ക്കണം. അത് ഇനിയിപ്പോ വരയ്ക്കാൻ പറ്റില്ലല്ലോ, പുള്ളി പോയി, ഖത്തറിൽ പോയി. നിങ്ങളുടെ ഏട്ടന്റെ മകനെ കൊണ്ട് മാത്രം വരപ്പിച്ചാലേ നടക്കൂ. വേഗം വീട് പണി നടക്കണ്ടേ? അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് നേരെ വരപ്പിക്കൂ, എന്നാലേ പറ്റൂ. സാറേ ഇതൊന്ന് നോക്കൂ സാർ. ഇത് പ്രശ്നമാണ് സാറേ. തെക്ക് ഭാഗത്ത് സ്ഥലമില്ല, സൺസൈഡ് അപ്പുറത്തെ വളപ്പില്ല. ഇത് പ്രശ്നമാണല്ലോ സാർ. ഇത് തെക്ക് ഭാഗത്ത് അതിർത്തി കുറച്ച് കുറവാണ്. അതുകൊണ്ട് വടക്കോട്ടാണ്. അതെ, വടക്കോട്ടാണ് മുഖം. എടോ, വടക്കോട്ട് മുഖമായിട്ട് പണിയുന്ന മച്ചു വീടിനേക്കാൾ നല്ലത് തെക്കോട്ട് മുഖമായിട്ട് പണിയുന്ന കൊച്ചു വീടാ. കേട്ടിട്ടില്ലേ ഇതാ? ഈ പ്ലാൻ ഒന്ന് മാറ്റി വരയ്ക്കി. ഇത് കൊച്ചു വീടാണ് സാർ. അതെ, ഇതൊന്ന് മാറ്റി വരയ്ക്കണം, ശരിയായിട്ടില്ല. തെക്കോട്ട് മുഖാക്കണ്ടേ, അപ്പൊ പ്ലാൻ മാറ്റി വരയ്ക്കണം. സാറേ പ്ലാൻ മാറ്റി വരയ്ക്കാൻ പ്ലാൻ വരച്ചാള് ഖത്തറിൽ പോയി. വേറെ ആളെ വെക്കണം. വേറെ ആളെ കിട്ടുമോ? വേറെ എത്ര ആളെ വേണം? ഈ പ്ലാൻ വരപ്പ് മാത്രമല്ല, അയാൾ 1-ാം നമ്പർ കോൺട്രാക്ടറാ. പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞ പൈസക്ക് അയാൾ പണി തീർത്ത് തരും. അതെ. എന്ത് വേണം? ഞാൻ വിളിക്കണം. വിളിച്ചപ്പോ ശരി തരാം. അല്ല സാറേ, വിളിക്കാൻ പറ്റും സാറേ. എനിക്ക് വീട്ടിലൊന്ന് അന്വേഷിക്കണം, ഭാര്യയായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് വീട്ടുകാരോട് സംസാരിക്കാനുള്ളത്? ഇതൊക്കെ പെട്ടെന്ന് ഇവിടെ നടത്തണ്ടേ? നിങ്ങളുടെ അല്ലേ വീട്? എന്താ പണി, എന്താ ജോലി? ഞാൻ ഓട്ടോ ഓടിക്കുന്നു സാറേ. അയ്യോ പാവം, രാവും പകലും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. പിന്നെ ചിട്ടിയും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടല്ലേ ഇതിന് മെനക്കെടുന്നത് അല്ലേ? അപ്പൊ പിന്നെ വിശ്വസനായ ഒരാളെ തന്നെ ഏൽപ്പിക്കണം പണി. അതാ പറയുന്നത്. സാറിന്റെ കയ്യിലുണ്ട്. ഞാൻ അയാളെ വിളിക്കട്ടെ. അയാളെ വിളിക്കട്ടെ. സാറേ വീട്ടിൽ ഒന്ന് ആലോചിക്കൊന്നു, ഭാര്യയായിട്ട് സംസാരിക്ക. അല്ല സാറേ വിളി. അപ്പൊ സാറ് വിളിച്ചോളൂ. അതാ നല്ലത്. കുറച്ചുകൂടെ പേപ്പർ വർക്കൊക്കെ നടക്കില്ല. എല്ലാം ശരിയാക്കി തരാം, അതാ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടല്ലേ. റേറ്റൊക്കെ കുറച്ച് അതാ പറയുന്നത്. ഹലോ, മഹേഷേ, നീ ഓഫീസിലുണ്ടോ? ഞാൻ ഒരാളെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അയാൾക്കൊരു നല്ല പ്ലാൻ വരച്ചു കൊടുക്കും. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ. ശരി ശരി, ഓക്കെ. അപ്പോൾ സുഹൃത്തെ, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ടൗണില് അശോക തിയേറ്ററില്ലേ, അതിന്റെ തൊട്ടടുത്താണ് ശില്പ കൺസ്ട്രക്ഷൻസ്. അവിടെ പോയി ഒരു മഹേഷ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, പുള്ളിയെ കണ്ടാൽ മതി. ഞാൻ എല്ലാ കാര്യവും പുള്ളിയോട് പറയാം, നേരിട്ട് പറയുകയും ചെയ്യാം കേട്ടോ. വളരെ നമ്മളൊക്കെ എന്ത്, ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരും. ശരി ശരി, സമ്മതിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PP. അന്യരുടെ സ്വകാര്യതയിലേക്കില്ല ഒളിഞ്ഞു നോട്ടം. ദൈവം സാഹചര്യ കുട്ടിക്ക് ഭംഗിയായി കിട്ടിയിട്ടുണ്ട്, പക്ഷേ മേലിൽ ആവർത്തിക്കരുത്. ഇവിടെ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ടല്ലോ, ഇല്ലേ? അതങ്ങ് ചെയ്താൽ പോരെ. വെറുതെ ഓരോ കാര്യങ്ങളിലും കയറി ഇടപെട്ട്. സാറേ, ഓർമ്മട്ടോ? ഇല്ല, ഓർമ്മയില്ല. ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇതൊരു സർക്കാർ ഓഫീസല്ലേ, ഇവിടെ പല ആളുകളും വരും പോവും. എല്ലാവരും ഓർത്തിരിക്കലാണോ എന്റെ പണി? അല്ല, ഒന്നല്ല. അല്ലല്ലോ. അവിടെ ഇരിക്കും. എന്റെ പേര് കോയാന്നാണ്. ഞാൻ ദുബൈയിലെ വർക്ക് ചെയ്യണേ. എന്താ തന്റെ പ്രശ്നം, അത് പറ. എനിക്കിവിടെ ഒരുപാട് ജോലി തിരക്കുണ്ട്. എന്റെ പേര് കോയാന്നാണ്, ദുബൈയിലെ വർക്ക് ചെയ്യണത്. ആയിക്കോട്ടെ. അതിന് ഞാന് ശരിക്കും പറഞ്ഞ സാറേ, എന്റെ വീട് ഗുരുവായൂരാണ്. അപ്പൊ പള്ളിപ്പുറം ബീച്ചിന്റെ അടുത്ത് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അറിയണ സ്ഥലമാണല്ലോ. അവിടെ എവിടെ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ലാൻഡ് മാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ കടപ്പുറല്ലേ സാറേ, എല്ലാം ഒരേമാരിക്കന്നല്ലേ കിടക്കും. അതിപ്പോ എത്ര സെന്റ് വരും? അതൊരു 10-12 സെന്റ് സ്ഥലം വരും. പിന്നെന്താ വെച്ചാല് വലിയ വിലയൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ കേട്ടോ. കിട്ടിയത് കിട്ടും, അങ്ങനെ പറയാൻ പറ്റും. എന്തായാലും പറ്റിയ പാർട്ടി ഉണ്ട്, ഞാൻ മുട്ടിച്ചു തരാം. എന്ത്? അല്ല, അത് കൊടുക്കാനല്ല, അത് കൊടുക്കാൻ വേണ്ടിട്ടല്ല. പിന്നെ എന്തിനാ താൻ എന്നെ കാണാൻ വന്നത്? പഞ്ചായത്ത് ഓഫീസല്ലേ? അതെ, പഞ്ചായത്ത് ഓഫീസാണ്. ഞാൻ ആ സ്ഥലത്ത് ഞാൻ ഇപ്പൊ ഒരു വില്ല പണിയുണ്ടേ. അപ്പൊ ആ സ്ഥലം വിൽക്കാനല്ല? അവിടെ ഇപ്പൊ നിങ്ങള് വില്ല പണി തുടങ്ങുകയും ചെയ്തു? അത് തുടങ്ങല്ല, കഴിയാറായി. കഴിയാറായി. അതാണ് സാറേ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടേ. അപ്പൊ അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്ത് പ്രശ്നം? ഈ തീരദേശ പ്രശ്നത്തിന്റെ ഒരു സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ബിൽഡിംഗ് ഒന്നും പണിയാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അവസാനം ഇതൊക്കെ കൂടിയിട്ട് എന്റെ ലീവ് കയ്യാറായപ്പോഴാണ് ഇതൊക്കെ ശരിയാക്കി തന്നത് ഇവിടുന്ന്. ആ ശരിയാ ഒരാ- ഇപ്പൊ നിങ്ങൾ ഓർമ്മ തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ, ആ. അന്ന് വന്നപ്പോ ആ. നിങ്ങൾക്ക് ഇത്രയും വിനയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല സാറേ, ഞാൻ ഇത് ജന്മനുള്ള വിനയാണ്. ഇത് നല്ല വിനയം ഉണ്ടായിരുന്നു. ഇല്ലില്ല സാറിന് ചിലപ്പോ ആള് മാറിയതായിരിക്കും. ഇല്ലില്ല, എനിക്ക് അങ്ങനെ ആള് മാറിയൊന്നുമില്ല. അത് ശരി. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആളെ മറക്കൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഓഫീസിൽ വന്ന് ധാർഷ്ട്യം കാണിക്കുന്ന ആളുകളെ ഞാൻ അങ്ങനെ മറക്കില്ല. അപ്പൊ സാറല്ലേ പറഞ്ഞു ഇന്നെ ഓർമ്മയില്ലാന്ന്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു തരം ചോദ്യം ചെയ്യല്, തർക്കുത്തരം. മിസ്റ്റർ കോയ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ദുബായ് അല്ല. എന്ത് ദുബായ്? അല്ല, ദുബായ് അല്ല ഇത്. ഇത് കേരളത്തിലെ ഒരു പഞ്ചായത്ത് ഓഫീസാണ്. അതെ. ഇവിടെയുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ആ പടിയും കൊണ്ട് ചവിട്ടി വരാൻ പാടുള്ളൂ. അല്ല, ഇനി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്നും പറയില്ല. ഞാൻ പ്രാവശ്യം ഒന്നും പറയില്ല വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, വന്ന കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, അത് ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ തീരാറായി. അപ്പൊ കംപ്ലീഷൻ പ്ലാൻ ഉടനെ തന്നെ ശരിയാവും. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ നമ്പർ ഒന്ന് വേണം. അപ്പൊ അതാണ് കാര്യം. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എത്രയായി? ഞാൻ 15 കൊല്ലം. 15 കൊല്ലായി. അതന്നെയാണ് പ്രശ്നം. ഇവിടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ചോദിച്ചാല് ആരായിരുന്നു നിങ്ങളുടെ സ്ഥലം വാങ്ങുമ്പോൾ ബ്രോക്കർ? ബ്രോക്കർ ഒരു കബീറായിരുന്നു. മൂപ്പര് അവിടെ ആ പരിസരത്തുള്ള ആൾ തന്നെ. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാ, എനിക്കറിയാം. ആ, എന്റെ സുഹൃത്തെ അയാളെ 1-ാം നമ്പർ ഫ്രോഡാണ്. എന്താ പറയുന്നത് സാറേ, മൂപ്പരൊക്കെ അവിടെ ആ ലോക്കൽസൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. നല്ല ആളാണ് കബീർ. തന്നെക്ക് നല്ല വില വരുന്ന സ്ഥലമാണ്. ഇക്ക് സെന്റിന് ഒരു 6 ലക്ഷം ഉറുപ്പ്യ വെച്ചിട്ട് ഇക്ക് 12 സെന്റോളം മേടിച്ചു. എന്നാ കോയ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു 1-ാം നമ്പർ പൊട്ടണ നിങ്ങള്. അതായത് ഒരു കൊല്ലം മുമ്പല്ലേ നിങ്ങൾ സ്ഥലം വാങ്ങിയത്? അതെ. അന്ന് അവിടെ 4.5 ലക്ഷം രൂപയെ വിലയുള്ളൂ. അതാണ് നിങ്ങൾ 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. 1.5 ലക്ഷം കൂടുതൽ കബീറിന് കൊടുത്തു. അതായത് നഷ്ടം 18 ലക്ഷം രൂപ അല്ലേ? അനുഭവിച്ചോ? ഇനിയിപ്പോ അത് അന്ന് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ആ നമ്പർ ഇങ്ങോട്ട് തരാൻ പറ്റുമോ നോക്ക്. മിസ്റ്റർ കോയ, നിങ്ങൾ പത്രം ഒന്നും വായിക്കാറില്ലേ? പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ നമ്പർ? ഈ സുനാമിയുടെ ഭീഷണി ഇപ്പോഴും മാറിയിട്ടില്ല. ഇന്തോനേഷ്യ പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ചെറു ചലനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ റീസെയിൽ വാല്യൂ ഒന്നും തീരില്ല ആ പ്രദേശങ്ങളിൽ. വെറുതെ എന്തെങ്കിലും പറഞ്ഞ ആളെ മക്കാറാക്കല്ലേ സാറേ. ഞാൻ മീൻ കച്ചവടം നടത്തി ഉണ്ടാക്കിയ കാര്യമാണ്. പിന്നെ ഫസ്റ്റില് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ വില ചോദിച്ചപ്പോ എന്താ പറഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തൊന്നും പറഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഇല്ല സാറേ. റെഡി ക്യാഷ് കൊടുത്തപ്പോ ചുളു വിലക്ക് സ്ഥലം ഇങ്ങ് പോന്നു. അങ്ങനെ പറഞ്ഞാല് പിന്നെ അങ്ങനെ പറഞ്ഞില്ലേ? എന്ത് ഓർമ്മ നിങ്ങക്ക്? പോയാ പൈസ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല അല്ലേ? ബുദ്ധി വേണം. അതില്ല നിങ്ങൾക്ക്. ഈ ഭാര്യ വീട്ടുകാരും ഇത് തന്നെ പറഞ്ഞു. എന്തെല്ലാരും ഇങ്ങനെ തന്നെ പറഞ്ഞു. അല്ല സാറേ, ഞാൻ വന്ന കാര്യം നമ്പർ വേണം അല്ലേ? അതെ. അതിനൊന്നും സമയമായിട്ടില്ല. കംപ്ലീഷൻ പ്ലാൻ ഒക്കെ വരട്ടെ. അല്ല, അതിപ്പോ ഇവിടെ ഇത് ശരിയായി കിട്ടുന്ന വെച്ചാല് കുറച്ച് കെട്ടിത്തിരിച്ചിലുണ്ട് പറഞ്ഞിരുന്നു. നല്ല കെട്ടിത്തിരിച്ചിലുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ല, അപ്പൊ അതാ ഞാൻ നേരത്തെ വന്നത്. നിങ്ങൾ നേരത്തെ അങ്ങ് വന്നുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമോ? ഇല്ലല്ലോ. ഇല്ല. സാറൊക്കെ നമ്പർ കിട്ടാണ്ട് പറ്റൂല. ലീവ് തീരാറായി, അതുകൊണ്ടാണ്. കോയ, ഇതൊരു സർക്കാർ ഓഫീസാണ്. ഇവിടെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു പോലും നടക്കില്ല. ഇവിടെ ഇതിൻ്റെതായിട്ടുള്ള കുറെ ചിട്ടവട്ടങ്ങളുണ്ട്, അതിലൂടെ പോകാൻ പറ്റൂ. അല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ പോയിക്കോളാം. ഇനിയിപ്പോ എന്താ വേണ്ട ഞങ്ങൾ പറഞ്ഞോളി, അത് ചെയ്യാം. അതാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അല്ല, കൈക്കൂലിയെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട, ഞാൻ കൈക്കൂലി വാങ്ങും. അതെ. അപ്പോ ഈ കംപ്ലീഷൻ പ്ലാൻ ഒക്കെ സബ്മിറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് അറിയിക്കാം കേട്ടോ. അതെ, എപ്പോഴും ഇനിയിപ്പോ വരണ്ടി. അപ്പോ നിങ്ങൾ പോയിക്കോ. എന്നിട്ട് പിന്നെ ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. അതെ, ഇനി മാറ്റം ഉണ്ടാവില്ല. ഇനി മാറ്റില്ല. ശരി, ആയിക്കോട്ടെ. പറഞ്ഞോ കേട്ടോ. സാറേ, കൈയോടെ ആ കാശ് വാങ്ങിച്ചെടുത്തൂടായിരുന്നോ? അത് പാടില്ല. പൊന്മുട്ടയുള്ള താറാവാണ്. വെറുതെ കറി വെച്ച് തിന്നണ്ടല്ലോ. പോണടത്തോളം പോട്ടെ. സാറേ, പാരിജാത മെമ്പർ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ലല്ലോ. തിരക്കല്ലേ മാഡം, അടുത്ത തവണത്തെ സീറ്റ് ഒപ്പിക്കാനേ തിരുവനന്തപുരം കൊച്ചി തിരുവനന്തപുരം ഞാൻ വന്നതേ മാഡം. ഇത് ബാലേട്ടൻ, എന്റെ വാർഡിലുള്ളതാണ്. പുള്ളി പട്ടാളത്തിലായിരുന്നു, എക്സ് മിലിറ്ററി ആണ്. പെട്ടെന്ന് പുള്ളിയുടെ ഭാര്യ മരിച്ചു ഈ അടുത്ത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്റ്റർ ചെയ്യാൻ തന്നിരുന്നു. അപ്പൊ പുള്ളിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റിലേ എന്തോ ഒരു പെശകുണ്ട്. ഇതിൽ ഞാൻ മരിച്ചതായിട്ടാണ് കാണിക്കണത്. അല്ല, ഭാര്യയല്ലേ മരിച്ചത്? അതെ. ഇപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഭാര്യ മരിച്ച സർട്ടിഫിക്കറ്റ് വേണോ? ഉണ്ടല്ലേ, എനിക്കൊരു കല്യാണം കഴിക്കണമെങ്കിലും രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. എന്താ
കല്യാണം കഴിക്കാൻ. എനിക്കെന്തെങ്കിലും അപകടം പറ്റിയ എന്റെ ആനുകൂല്യം മുഴുവൻ എന്റെ ഭാര്യയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ കല്യാണം കഴിക്കണ്ടേ? എന്റെ ബാലേട്ട് ഈന്തപ്പഴം ഉണങ്ങിയ പോലെ ഇനിയും കല്യാണം കഴിക്കണം. എന്നോട് പറഞ്ഞത് അതല്ല വന്നപ്പോ. ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കല്യാണം കഴിക്കണം. എന്തായാലും ആയിക്കോട്ടെ. നമുക്ക് ഫാമിലിയൊക്കെ ഗൾഫിലാ? എല്ലാരും ഗൾഫിൽ തന്നെയാണ്. ഇപ്പൊ എത്ര ദിവസത്തെ ലീവ് ഉണ്ടേനി? ഇപ്പൊ ഇനി ഒരാഴ്ചത്തെ ലീവും കൂടി ഉണ്ട്. ഒരാഴ്ചത്തെ ലീവ്? ഒരാഴ്ചത്തുണ്ട്. അപ്പൊ കാര്യങ്ങൾ നടക്കില്ലല്ലോ, ലീവ് ഇനി എടുക്കേണ്ടി വരും. എങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായി പറഞ്ഞ എങ്ങനെ എടുക്കാ? അപ്പൊ നിങ്ങക്ക് നമ്പർ കിട്ടണ്ടേ? ഇത് പേപ്പറൊക്കെ റെഡി ആവണ്ടേ? ആ ശരിയാണോ? ഞാൻ പറഞ്ഞില്ലേ നടക്കില്ല അത്. നമ്മളവിടെ പോയപ്പോ അല്ലേ? ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയി ആ കെട്ടിടം കണ്ടിരുന്നു. അപ്പൊ ഫസ്റ്റ് പ്ലാനിലുള്ളത് പോലെയല്ല, ചില പ്രകടമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് അതിൽ കാണാൻ കഴിഞ്ഞു. എന്റെ സാറേ, അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ അപ്പൊ ഏത് കെട്ടിടം പണിയുമ്പോഴാണ് ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് മാറി പോവാണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. എന്തായാലും ഇപ്പൊ 7 ദിവസമല്ലേ, അത്രയും ദിവസം മതി അതൊന്ന് പൊളിച്ചു പണിയാനായിട്ട്. കെട്ടിടം എന്താ സാറേ നിങ്ങൾ ഈ ജാതി വാർത്ത? അത് സാറിന്റെ പുണ്യ സാറേ, ഞാൻ പറഞ്ഞു കേൾക്കുങ്ങൾ. അത് ഒരു ബാത്റൂമിന്റെ ഒരു ഇത്തിരി വാല് പോലെ അങ്ങനെ കിടന്നിരുന്നു. അതൊന്ന് ഇത്തിരി വലിയ ബാത്റൂം ആക്കി എടുക്കാച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് നീട്ടി വാർത്ത്, അല്ലാണ്ട് അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല അപ്പൊ അവിടെ. ഇത്തിരി അത് ശരിക്കും പ്ലാൻ പ്രകാരം 1800 സ്ക്വയർ ഫീറ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ചെന്ന് അളന്നു നോക്കിയപ്പോ അവിടെ 1900 എത്ര 1900 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. മേഡം അത്രക്കൊന്നും ഇല്ലാതെ അത് നിങ്ങൾക്ക് സാറ് ശരിയാക്കി പറഞ്ഞ നിങ്ങളുടെ സാറൊക്കെ ശരിയാക്കി. പിന്നെ സാർ തന്നെ വരണല്ലോ, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. സാർ എത്തിയല്ലോ, സാറിനോട് നേരിട്ട് പറഞ്ഞു. സാറേ ഇവരാകെപ്പാടെ മനുഷ്യനാകെ അടങ്ങറാക്കിട്ടിരിക്കാണ്. ഇവര് പൊളിച്ചാളെന്നൊക്കെ പറയുന്നത് ബിൽഡിങ്. നല്ല കാര്യമില്ല. അത് ശരി, ഞാനാകെ ബേജാറായി. എന്നോട് എഞ്ചിനീയർ പറഞ്ഞേ, എഞ്ചിനീയറിനോട് പറഞ്ഞ് സാറിനെ കണ്ടിട്ട് എന്താ ചെയ്താൽ മതി, ഒക്കെ ശരിയാക്കി തരും എന്ന് പറഞ്ഞാണ്. അയാൾ അതൊക്കെ പറയും. അല്ല അതിന് വലിയ കാര്യമില്ല. അല്ല സാറ് കൈക്കൂലി മേടിക്കും. സാറേ എന്റെ വീടിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. അതെ, നിങ്ങളുടെ വീടിന്റെ കാര്യമല്ലല്ലോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ വിഷയം സംസാരിക്കല്ലേ? അല്ല, ഒരുപാട് പ്രാവശ്യമായി ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതിനെ പറ്റി. താഴെ പുറത്ത് പോയി കിട്ടും. ഇവിടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, അത് കഴിയട്ടെ, അത് പോ. ആളോ ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാറേ അത് എനിക്ക് അറിയണം, അതുകൊണ്ടാണ്. തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുറത്തേക്ക് പോ. ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ സംഗതി എന്തൊക്കെ പറഞ്ഞാലും സാറ് കൈക്കൂലി മേടിക്കും എന്നോട് പറഞ്ഞിരുന്നല്ലോ. വാങ്ങിക്കും, കൈക്കൂലി വാങ്ങിക്കും. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വന്നേക്കണേ. അതെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നും ഈ ബാഗിൽ നിറയെ പൈസയാണെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ എഞ്ചിനീയർ പറഞ്ഞ കൂട്ടത്തിലേ മുഴുവൻ കാര്യങ്ങൾ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് പിന്നെ നിങ്ങൾ അടുത്ത പോയി വരുന്ന സമയത്ത് ഈ നമ്പർ തരാൻ പറ്റും. എന്താ സാറേ നിങ്ങൾ വലിപ്പിക്കരുത്, നിങ്ങളൊക്കെ റെഡിയാക്കി തരും എന്നുള്ള നിലപാടിലാണ് ഞാൻ ഈ അതിനുള്ള തയ്യാറെടുപ്പിൽ വന്നേക്കണം. ഇനി ഇടങ്ങറാക്കരുത്, ഒരാഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ ഒരു കണക്കേ, അപ്പൊ അതൊന്ന് നോക്ക്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ ഒരു കണക്കേ, അപ്പൊ അതൊന്ന് നോക്ക്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. കൊറേ കണക്കൊക്കെ എഴുതിയേക്കണ്. അതായത് ഈ 72 ലക്ഷം രൂപ ഇതൊരു വർഷം മുമ്പ് നിങ്ങൾ അവിടെ വാങ്ങിയിട്ടുള്ള സ്ഥലത്തിന്റെ വില. അത് ശരിയാണ്. ഈ 36 ലക്ഷം രൂപ നിങ്ങൾ അവിടെ പണിത വില്ലയുടെ വില. ഇപ്പൊ പണിയാണ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആകെ 1,08,00,000 രൂപ. 8 ലക്ഷം ഇത്ര കായ് ചെലവാക്കി ഞാൻ അവിടെ. അപ്പോ ആ 1,08,00,000 രൂപയുടെ 1% കമ്മീഷൻ, അതായത് 1,08,000 രൂപ. എന്താണ് 8,000 രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ നമ്പര് നാളെ തന്നെ തരും. മനസ്സിലായില്ല എന്താ സാർ ഉദ്ദേശിക്കുന്നത്? 1,08,00,000 രൂപയുടെ 1% കമ്മീഷൻ, അതാണ് 1,08,000 രൂപ. ഈ പൈസ നിങ്ങൾ എനിക്ക് തരാനുള്ളതാണ്, അത് തന്നാൽ നമ്പര് തരും. 1,08,000 ഉറുപ്പ്യ എന്തിനാ തരുന്നത്? 1,08,000 ഉറുപ്പ്യ? 1,08,000 രൂപ. 1% കുറഞ്ഞ ഒരു കേസ് ഞാൻ എടുക്കാറില്ല അവിടെ. അതിന് സാറ് ഇതിപ്പോ ശതമാനം കണക്ക്, ഇതിപ്പോ സാറ് ഇതിന്റെ ബ്രോക്കർ ഒന്നല്ലല്ലോ. ഞാൻ ബ്രോക്കറാണ്, അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ബ്രോക്കറാണ്. ഞാൻ ഈ ജോലി കൂടി ചെയ്യുന്നു.
അല്ല ഇനി ഈ സ്ഥലം ഇപ്പൊ സാർക്ക് എടുത്താന്നല്ലോ സാറേ എന്താ അതായത് ഈ പള്ളിപ്പുറം ബീച്ച് എന്ന് പറയുന്ന സ്ഥലം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഇതൊക്കെ അറിയണോണ്ട് തന്നെയല്ലേ സാറപ്പ ഞാൻ എന്റെ സ്ഥലം ഇപ്പൊ അവിടെ മേടിച്ചിട്ടേക്കണേ. പക്ഷെ ഈ പ്രദേശത്തിന്റെ വളർച്ചയും വികസനവും ഒക്കെ ഗവൺമെന്റിനും പുറം നാട്ടുകാർക്കും അറിയാം. അറിയാ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയില്ല. ഓ അവരെന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമ്പോ അവരോട് പറഞ്ഞു നിൽക്കണ്ടേ? അതിനൊരു സമാധാനം നമ്മൾ കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ 1% കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്പർ നിങ്ങൾക്ക് നാളെ തരും. അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്നുള്ള ആലോചിക്കണം. തരാൻ പറ്റാണ്ടല്ല അതല്ല ഇപ്പൊ പറയണത്. എന്നാലും 1,80,000 ഉറുപ്പ്യൊക്കെ 8,000 ഉറുപ്പ്യ എന്നൊക്കെ പറയുമ്പോ സാറേ അത് ഒരു 0.5% ആയിട്ട് അങ്ങനെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 1% കുറഞ്ഞ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. തരന്നെ തരല്ല അപ്പൊ ഇക്ക് ലീവ് ഇല്ലല്ലോ. ബാഗ് തുറക്കാൻ വരട്ടെ. ഇന്ന് എന്റെ ബാഗ് തുറക്കാൻ പണ്ട് അമ്മത് കിട്ടിയിട്ടുണ്ട്. അതെ ഇയാൾക്ക് എന്താ കാര്യം? ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പാട് പാപ്പാ. കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കും, അതറിയാമോ? ഇയാൾക്ക് എന്താ കാര്യം? ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞില്ല. പുറത്തേക്ക് സാറേ, സാറ് പറഞ്ഞ ആളിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചു. സാർ അത് അപ്രൂവ് ചെയ്ത് സമ്മതിച്ചു. വീട് പണിക്ക് കോൺട്രാക്ടും കൊടുത്ത് 4 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്ത്. എന്നിട്ട് ആവശ്യം 2 ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെ താൻ എന്നോട് പറയുന്നതിന് പിന്നെ ഞാൻ ആരോട് പറയും? ഇങ്ങോട്ട് പറയും. എന്നോട് പറഞ്ഞ ഇവരറിയും ഞാൻ എന്റെ കാര്യം എന്താ ഉണ്ടെന്ന് അറിയാണ്ടതാണ്. അവന്റെ പേരെന്തോന്ന്? മഹേഷ. അവനെ വിളിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഐ വിൽ കം, ഡോണ്ട് വറി. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇതൊക്കെ താൻ അയാളോട് പറയണോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എടോ ഞാൻ തനിക്കൊരു നല്ല കാര്യം വന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതല്ലേ. ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അയ്യോ എനിക്ക് നല്ല കാര്യം വരട്ടെ. ഞാൻ എന്റെ അളിയൻ. ഇതൊരു ഓഫീസാണ്, അതും സർക്കാർ ഓഫീസ്. ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഓ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. നാളെ എന്റെ വീടിന്റെ പണി തുടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ ഓഫീസിനകത്ത് കുത്തിയിരിക്കും. സാറിന് കേൾക്കണം. നാളെ പണി തുടങ്ങിയില്ലെങ്കിൽ എന്റെ വീടിന്റെ പുറത്ത് കിടന്നാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. നന്നായല്ലോ. എന്തൊരു ശല്യമാണെന്ന് നോക്കണേ ഇത്. കൈക്കൂലി കൊടുത്ത് നമ്പർ മേടിച്ചാൽ നിങ്ങളെ ഞാൻ അകത്താക്കും. എന്തിന്? ഒന്നിൽ എന്റെ പണി തുടങ്ങണം, വീടിന്റെ പണി തുടങ്ങണം. ഇല്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് എനിക്ക് തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ സാറിനെ അകത്താക്കും, സാറിനെ അകത്താക്കും. ഇയാൾ ഇന്ത്യ നെഞ്ഞത്തേക്ക് കയറുന്ന എന്തിനാ? ഞാൻ എന്ത് ചെയ്യുന്നാണോ ഈ പറയുന്നത്? കാണണം. എന്നാ കാണിക്കണോ? ഞാൻ ഇപ്പൊ വിളിക്കും പോലീസിനെ. വിളിക്ക് സാറേ. ഇത് എന്റെ ഫോണാണ്. തന്റെ ഫോൺ താൻ കയ്യിൽ വെച്ചോ, ഞാൻ ഇതിൽ വിളിക്കും. ഇത് ഞാൻ ഇവിടെ വച്ചിട്ട് പോയി വെറുതെ അല്ല. ഇതിൽ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഗതി എന്തൊക്കെ പറഞ്ഞാലും സാറ് കൈക്കൂലി പറഞ്ഞല്ലോ. അതിനുള്ള തയ്യാറെടുപ്പിൽ എന്നോട് വന്നേക്കണേ. തീറ്റക്കൂല്ലാന്ന് പറഞ്ഞ എന്താ പിന്നെ ചെയ്യാ? ആകെ പ്രശ്നമാവും കേട്ടോ. ഇത് കേൾപ്പിക്കേണ്ടത് കേൾപ്പിച്ച സാറിന്റെ കസേര ഒരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, അതെനിക്ക് കിട്ടണം നാളെ. ഒന്നുകൂടെ കേൾക്കണം. മായം